ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസ് അക്കാഡമി. സോ ഒരുപാട് സ്റ്റുഡൻസ് അപ്കമിങ് എക്സാംസ് ഏതൊക്കെയാണെന്ന് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു ഇൻട്രഡക്ഷൻ പോലെ നമ്മുടെ അക്കാഡമിയുടെ പേര് അമേസ് അക്കാഡമി ഫോർ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ബേസിക്കലി സിവിൽ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിപ്പം ഒരു മെക്കാനിക്കൽ ചാനലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ചാനലിൻ്റെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബേസിക്കലി നമ്മളൊരു എടെക് പ്ലാറ്റ്ഫോമാണ് ആൻഡ് ഓൾസോ വി ആർ പ്രൊവൈഡിങ് ഓഫ്ലൈൻ കോച്ചിങ് ഓൾസോ. നമുക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഈ കഴിഞ്ഞ നാളുകളിൽ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ്. നമുക്ക് പല പല എക്സാംസിന് ടോപ്പേഴ്സിനെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ എക്സാംസും നമ്മൾ കോച്ചിങ് തുടങ്ങി അത് കഴിഞ്ഞിട്ട് വന്ന എല്ലാ എക്സാംസിനും നമുക്ക് എല്ലാത്തിലും റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. അത് സ്റ്റാർട്ടിങ് ഫ്രം PCB ആണെങ്കിലും PWD ഇറിഗേഷൻ ആണെങ്കിലും ഈവൻ കൊച്ചി മെട്രോയിൽ പോലും നമുക്ക് ടോപ്പ് റാങ്കേഴ്സ് ഉണ്ട്. കേരള വാട്ടർ അതോറിറ്റി, അതായത് എല്ലാ എക്സാംസും ഇൻക്ലൂഡിങ് ഗേറ്റിലെ ലേറ്റസ്റ്റ് ടോപ്പേഴ്സാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈവൻ ESE പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസ് നമുക്കുണ്ട്. ആൻഡ് ബേസിക്കലി വി ആർ വെരി ഹാപ്പി ടിൽ നൗ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ഒരുപാട് പഴയ വീഡിയോകളൊക്കെ കാണുക, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. സോ ബേസിക്കലി ഞാൻ വന്നേക്കുന്നത് ഒരുപാട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ഇനി എന്തൊക്കെ എക്സാംസ് ഉണ്ട്, എസ്പെഷ്യലി എനിക്കൊന്ന് ഇപ്പോൾ പാസ് ഔട്ടായ സ്റ്റുഡൻസിന് കൃത്യമായിട്ടൊരു ധാരണ ഇല്ല ഏതൊക്കെ എക്സാംസ് വരുന്നതെന്നുള്ളത്. ഓൾസോ ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടുള്ള സ്റ്റുഡൻസിനും ഇപ്പോൾ നിലവിൽ ഒരുപാട് എക്സാംസ് ഉണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് എങ്ങനെ വേണം ഒരു പ്രിപ്പറേഷൻ നെക്സ്റ്റ് 1 ഇയർ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളൊരു ഐഡിയ ഇപ്പം നിലവിലില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ഫിക്സ് ചെയ്യാം. നിങ്ങളുടെ മനസ്സിലൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് സെറ്റ് ഓഫ് എക്സാംസ് ഷുവർ ആയിട്ടും ഉറപ്പായിട്ടും വരുന്ന കുറച്ച് എക്സാംസിന് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് റെഗുലർലി റിപ്പീറ്റ് ചെയ്ത് വരുന്ന എക്സാംസ്. ഇപ്പോൾ SSCG നോക്കുവാണെങ്കിൽ ജൂൺ ലാസ്റ്റ് ആണ് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഫസ്റ്റ് ടയർ എക്സാംസ് ഒരു ഒക്ടോബർ ടു നവംബർ. എന്തായാലും നമുക്കറിയാലോ SSCG എന്ന് പറഞ്ഞാൽ 2 ടയർ ആയിട്ടുള്ള എക്സാമാണ്. ടയർ 1 നോൺ ടെക് ആണ്. അതിനകത്ത് നോൺ ടെക്കും ഉണ്ട്, സിവിലും ഉണ്ട്. എന്നാലും നോൺ ടെക്കിനും ഒരു ഈക്വൽ പ്രാധാന്യം, ഒരു 50-50 പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട്. ആൻഡ് പക്ഷേ നേരെ മറിച്ച് RRBJ നമ്മൾ ഇത്രയും നാളും അതിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ RRBJ ഇത്രയും നാളും 3-4 വർഷം കഴിഞ്ഞിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം തൊട്ട് ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയായിരുന്നു. അത് ഇനി തൊട്ട് എല്ലാ ആനുവൽ, അതായത് വർഷക്കണക്കിന് RRBJ നടത്തുമെന്നും ഒബ്വിയസ്ലി ഈ വർഷം എനിക്ക് തോന്നുന്നു ഒരു ജൂലൈ ഓഗസ്റ്റ്, നമ്മൾ ആക്ച്വലി ജൂൺ ലാസ്റ്റ് ആണ് RRBയുടെ ആനുവൽ കലണ്ടറിൽ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചെന്നൈ സോണിൻ്റെ കുറച്ച് ലാഗ് വന്നുകൊണ്ട്, ഒരു എക്സാമിൻ്റെ ലാഗ് വന്നുകൊണ്ട് ഒരു ജൂലൈ ഓഗസ്റ്റിലൊക്കെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടയർ ഏകദേശം ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു കാലയളവിൽ കാണും. പക്ഷേ RRBയുടെ ഫസ്റ്റ് ടയറിൽ എഴുതുന്നവർക്ക് അറിയാം അതിനകത്ത് നോൺ ടെക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, സിവിലിനോടൊപ്പം ഈ നോൺ ടെക്കും കൂടെ പാരലി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് LSTD ഗ്രേഡ് 2 ഓൾറെഡി നോട്ടിഫൈഡ് ആകട്ടോ. അത് ഓൾറെഡി കഴിഞ്ഞ വർഷം വന്നതാണ്. അതിൻ്റെ എക്സാം ഡേറ്റ് ഒക്ടോബർ നവംബർ തന്നെയാണ്. അത് ഓൾറെഡി അപ്ലൈ ചെയ്തവർക്കേ ആ എക്സാം എഴുതാൻ സാധിക്കത്തുള്ളൂ. അതിനകത്ത് ഒരുപാട് വേക്കൻസി ഉണ്ട്, ലാർജ്. അതായത് ഇപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ ഒരുപാട് എക്സാംസ് ഉണ്ടല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി സത്യം പറഞ്ഞാൽ LSTD ഗ്രേഡ് 2 എക്സാംസിനാണ്. അതപ്പോൾ അതിൻ്റെ ഡേറ്റ് ഒക്ടോബർ നവംബറിലാണ്. പിന്നെ സ്ഥിരമായിട്ട് നമ്മുടെ റിപ്പീറ്റ് അറിയാലോ, ഗേറ്റ് എക്സാം എപ്പോഴും ഓഗസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വരും. ആൻഡ് ഒബ്വിയസ്ലി ഫെബ്രുവരിയിലാണ് എക്സാം വരുന്നത്. ആൻഡ് ഇഫ് യു ആർ ഡ്രീമിങ് ടു പെർസ്യൂ MTech ഇൻ പ്രീമിയം കോളേജസ് ലൈക്ക് IITs NITs ഒക്കെ നമുക്ക് ഗേറ്റിന് പ്രിപ്പയർ ചെയ്യാം. അതല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിൽ നമുക്കൊരു ജോബ് വേണമെങ്കിലും ഗേറ്റിന് പ്രിപ്പയർ ചെയ്യാം. അത് മാത്രമല്ല, പലരുടെ ധാരണ അത് മാത്രമാണ് ഗേറ്റ് എന്നാണ്. അങ്ങനല്ല, നമുക്ക് ബാക്കിയുള്ള എക്സാംസിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ശരി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ AE ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ഗേറ്റ് ലെവലിലാണ് പഠിപ്പിക്കുന്നത്. കാരണം കണ്ടൻറ്റ് നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലെവലിൽ എക്സാം വരുന്നുണ്ട്. അപ്പം ഗേറ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഓഫ്ലൈനിൽ ഇവിടെ AE ബാച്ച് എന്ന് പറഞ്ഞാലും നമ്മൾ സത്യം പറഞ്ഞാൽ ഗേറ്റ് AE ബാച്ച് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഗേറ്റിനകത്ത് എക്സ്ട്രാ വരുന്ന എഞ്ചിനീയറിംഗ് മാത്സും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ പഠിക്കണമെന്നേ ഉള്ളൂ. ബാക്കി നമ്മളൊരു ഗേറ്റ് 1 മാർക്ക് ലെവലിലുള്ളത് എല്ലാം AEയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഉള്ളി തിങ്ങ ഗേറ്റ് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് അവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഡെപ്തിൽ നമുക്കവിടെ പഠിക്കേണ്ടി വരും ഗേറ്റിൻ്റെ കേസിൽ. പിന്നെ ഉറപ്പായിട്ട് ഇപ്പം എന്തായാലും PSC ഡിസിഷൻ എടുത്ത ഒരു കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൻ്റെ AE എക്സാം വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് കമ്പാരിറ്റീവ്ലി വേക്കൻസി വളരെ കുറവായിരിക്കും. എന്നാലും ടു സ്റ്റാർട്ട് അല്ലേ, നമുക്കൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു AE എക്സാം തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യാം. അത് ഈ മാസമോ അടുത്ത മാസമോ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സാം എന്തായാലും 2026 കാണും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് അറിയാമല്ലോ, നമ്മുടെ ഒരു വർഷത്തെ ഇപ്പം 2025 വരുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം അവരെന്ത് ചെയ്യും, ജാനുവരി 1 ഒരു ആനുവൽ കലണ്ടർ ഇടും. 2026 ജാനുവരി 1 അന്നറിയാം 2026 നടക്കുന്ന എല്ലാ എക്സാംസ്. അപ്പോൾ യൂഷ്വൽ ട്രെൻഡ് ഇപ്പോൾ എങ്ങനെ ഫോളോ എന്ന് പറഞ്ഞാൽ ഒരു വർഷം റിലീസ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ്റെ എല്ലാ എക്സാമും തൊട്ട് അടുത്ത വർഷം തന്നെ കാണും, ഷുവറാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, ഇപ്പോൾ നമ്മൾ വരെ നവംബർ ഡിസംബർ വരെ പഠിക്കുന്നില്ല, എന്നിട്ട് ഡിസംബർ 31 മുമ്പേ ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സാം അടുത്ത വർഷം തന്നെ കാണും. അപ്പോൾ പ്രശ്നം എന്താ, നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടത്തില്ല. നമുക്ക് ഇതുപോലൊരു എക്സാം പഠിക്കണമെങ്കിൽ മിനിമം 8 തൊട്ട് 10 മാസം വേണം. 8 തൊട്ട് 10 മാസം വരെ എങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്താലേ നമുക്ക് ആ ഒരു ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് നമുക്ക് റിവിഷനും ചെയ്യാൻ പറ്റും. അതായത് ഒരു 10 മാസം കൂട്ടിയ 2 മാസം റിവിഷൻ, ചുരുക്കി പറഞ്ഞാൽ 1 വർഷം എടുക്കും ഒരു കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്. ഇനി അതല്ല, നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പേസ് ചെയ്താൽ ഒരു 6 തൊട്ട് 8 മാസം എടുക്കും. അപ്പോഴും ഒരു 8 മാസം വേണം. അതാണ് പ്രശ്നം. ഒരു 8 months ആണ് ഒപ്റ്റിമം ടൈം. നമുക്ക് അത്രയും സിലബസ് ഉണ്ടല്ലോ, ഒരുപാട് സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എയ്ഡ് തന്നെ ഉണ്ട്, നമുക്ക് 24 സബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ ഫുൾ സിവിൽ എഞ്ചിനീയറിംഗ് നോക്കിയാൽ നമുക്ക് ഏകദേശം 24 സബ്ജക്റ്റ് സിവിൽ മാത്രം പഠിക്കാനുണ്ട്. സോ ദാറ്റ്സ് എ പ്രോബ്ലം ആക്ച്വലി. അപ്പോൾ ഇത്രയും സബ്ജക്റ്റ് പഠിക്കാൻ അത്രയും ടൈം വേണ്ടേ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊന്ന് പലർക്കും ഇതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ഇല്ല ആക്ച്വലി. ഇത്രയും പഠിക്കാനുണ്ടെന്നും നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രം പഠിച്ചു തുടങ്ങിയാൽ മതി എന്നൊക്കെയാണ് പലരും ആലോചിച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് ഭയങ്കര അപകടം. ഞാൻ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ ഈ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. അതായത് ഭയങ്കര ഡേഞ്ചറാണ് അങ്ങനെ വിചാരിക്കുന്നത്. കാരണം നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ സമയം കിട്ടത്തില്ല പഠിക്കാൻ, എല്ലാം ടെൻഷനായി, പിന്നെ ഈ പഠിക്കുന്ന ഓർക്കത്തുമില്ല, റിവിഷൻ ചെയ്യാൻ ടൈം വേണ്ട. അപ്പോൾ അതൊക്കെ പ്രശ്നം. അപ്പോൾ നേരത്തെ ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഒരു 1 year ബിഫോർ തന്നെ നമ്മളത് പ്രീ പ്ലാൻ ചെയ്ത് അതിന് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ കംസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന 2 എക്സാംസ് ഉണ്ട് കേട്ടോ. കേരള വാട്ടർ അതോറിറ്റി ഉണ്ട്, PWDE ഉണ്ട്. PWDE പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറിഗേഷൻ എയും കൂടെ വരും അതിനകത്ത്. ഇതിനകത്ത് ഈ കേരള വാട്ടർ അതോറിറ്റി ഈ 2-3 ബ്രാഞ്ചിന് അത്യാവശ്യം നല്ല വേക്കൻസി കാണും ഇനി വരുമ്പോൾ. കാരണം അത്യാവശ്യം റിട്ടയർമെൻറ്റ് വരുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കേരള വാട്ടർ അതോറിറ്റി സെൽഫ് ഡിസിഷൻ എടുത്താൽ നമുക്ക് അങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റ് അവിടെ നടക്കത്തുള്ളൂ. അപ്പോൾ എപ്പം വരുമെന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ PWDE ഇറിഗേഷനും എന്തായാലും ബൈ നോർമൽ സ്റ്റാൻഡേർഡ് ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അത് ഉറപ്പാണ്, ഏകദേശം ഉറപ്പ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു ഉറപ്പായിട്ട്, അതായത് ഏറ്റവും വേക്കൻസി ഉള്ളത്, ഞാൻ KSHB അധികം പുഷ് ചെയ്ത് പറയാത്തതെന്ന് പറഞ്ഞാൽ അത് അത്രയും വേക്കൻസി ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് നല്ലപോലെ പഠിക്കാൻ ഒരു എൻകറേജ്മെൻറ്റ് തന്നെയാണ്. കാരണം നമുക്ക് ബേസിക്കലി ജോലി കിട്ടാൻ ഓരോ വേക്കൻസി മതിയല്ലോ. അപ്പം അങ്ങനെ ആലോചിക്കുക. പക്ഷേ ബീയിങ് ഇൻ റിയാലിറ്റിയിലും നമ്മൾ റിയാലിറ്റി പറയുമ്പോൾ, പ്രാക്ടിക്കാലിറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു മാസ് വേക്കൻസി വരുമ്പോഴാണ് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവർക്കും ജോലി കിട്ടുന്നത്. അപ്പോൾ ഞാൻ പേഴ്സണലി എപ്പോഴും മാസീവായിട്ടുള്ള ഓപ്പണിങ്സ് വരുമ്പോഴാണ് ഞാൻ നല്ല രീതിയിൽ ഹെവി കോച്ചിങ് കൊടുക്കാറുള്ളത്. കാരണം എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഗവൺമെൻറ് സർവീസ് കയറണമെന്നാണ് എൻ്റെ ആഗ്രഹം, ഒരാൾ മാത്രമല്ലല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ ഒരു മാസീവ് റിക്രൂട്ട്മെൻറ്റ് വേണ്ടിയിട്ടാണ് ഞാൻ പേഴ്സണലി വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ പ്രശ്നം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്, നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അഥവാ ഇനി വന്ന് 6 months കൊണ്ട് എക്സാം വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നേരത്തെ തന്നെ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് 1 year നിങ്ങളിത് കൊടുത്തിരിക്കണം. 1 year മസ്റ്റായിട്ടും കൊടുത്ത് നിങ്ങൾ 1 year നല്ലപോലെ പഠിച്ചാലേ അത് കഴിഞ്ഞിട്ടുള്ള എക്സാംസിന് നല്ലപോലെ എക്സൽ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ആലോചിച്ചോണ്ട് നിങ്ങളെക്കാട്ടി മുന്നേ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ അവർ റെഡിയാണ് എക്സാം എഴുതാൻ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു 1 year മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഒരു 8 തൊട്ട് 10 മാസം എന്തായാലും പഠിച്ചിരിക്കും. അത് ഒരു പ്രീ റിക്വസൈറ്റാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗ്രേഡ് 1 വരുന്നുണ്ട്. അതായത് കേരള വാട്ടർ അതോറിറ്റി തന്നെ ഉണ്ട്, ഗ്രേഡ് 1 വരുന്നുണ്ട്. അതിനും നല്ല അത്യാവശ്യം വേക്കൻസി വരും. പിന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വരും, നമ്മുടെ ട്രേഡ്സ്മാൻ, നമ്മുടെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1, അങ്ങനത്തെ ടീച്ചിങ് ജോബ്സ് ഒരുപാട് വരുന്നുണ്ട്. പിന്നെ LSD ഗ്രേഡ് 3 ITI സ്റ്റുഡൻസിന് വേണ്ടി ഉള്ള എക്സാമാണ് ഗ്രേഡ് 3 എക്സാം. അപ്പം ഇതെല്ലാം പ്രോബബ്ലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2026-27 റേഞ്ചിലാണ്. അപ്പോൾ ഇതെല്ലാം ഈ വരുന്ന വർഷങ്ങളായതുകൊണ്ട് തന്നെ ഈ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. BTech സ്റ്റുഡൻസ് തന്നെ പ്രിപ്പയർ ചെയ്യുക. കാരണം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി JEE ഗ്രേഡ് 1 എല്ലാം കിട്ടും. ഡിപ്ലോമ സ്റ്റുഡൻസ് JEE എക്സാംസ് പ്രിപ്പയർ ചെയ്യുക. കാരണം JEE പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഗ്രേഡ് 2 കിട്ടും. ITI സ്റ്റുഡൻസ് ഗ്രേഡ് 2, ഗ്രേഡ് 3 എക്സാംസിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അമേസ് അക്കാഡമി എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിനെല്ലാം കൂടെ, അതായത് ഫുൾ സിവിൽ എഞ്ചിനീയറിംഗ് കവർ ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ബാച്ച് നമ്മൾ ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനിൽ ബോത്ത് കൊല്ലം ആൻഡ് ട്രിവാൻഡ്രം പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എല്ലാം. ഈ ഒരു ഫീൽഡിൽ ഒരുപാട് നാൾ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്. എല്ലാവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. പേഴ്സണലി നിങ്ങൾ ഓഫ്ലൈനിൽ വന്നാൽ എൻ്റെ ഡയറക്റ്റ് മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഫാക്കൽറ്റീസിൻ്റെ കേസ് എക്സ്പെർട്ടൈസ് ഫാക്കൽറ്റീസ് ഉണ്ട്. 2 നമ്മുടെ ഓഫ്ലൈൻ സ്റ്റുഡൻസിന് ഓൺലൈൻ റെക്കോർഡിംഗ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫുൾ ആക്സസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം മിസ്സായാൽ പോലും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നത് പഠിക്കാം.
പഠിച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ വേണ്ട. 1 2 ഈവൻ ഒരാഴ്ച മിസ്സായാൽ പോലും സെയിം ക്ലാസ്സിൻ്റെ റെക്കോർഡിങ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. മൂന്നാമത്തെയാണ് തീർച്ചയായിട്ടും മെൻറ്റർഷിപ്പ്. നിങ്ങൾക്ക് ഓഫ്ലൈനിലുള്ള എല്ലാ സ്റ്റുഡൻസിനും പേഴ്സണലി എന്നോട് വന്ന് സംസാരിക്കാനും എൻ്റെ ഗൈഡൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഡൗട്ട് ക്ലിയറൻസ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ക്ലിയർ ചെയ്യാം. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ടെസ്റ്റ്. നമ്മൾ ഓരോ ആഴ്ചയും പഠിപ്പിച്ചത് കൃത്യമായിട്ട് നിങ്ങളെ അനലൈസ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് നടത്തും. ഓൾസോ മന്ത്ലി ടെസ്റ്റ്, OMR ടെസ്റ്റ് ആയിരിക്കും. കൃത്യമായിട്ട് നിങ്ങളെ റിവൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മന്ത്ലി ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം കൂടാതെ നമ്മൾ തിയറി മാത്രമല്ല, ഫുൾ വർക്കൗട്ട് സെഷൻസ്, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഈസി, മോഡറേറ്റ്, ഹാർഡ് ക്വസ്റ്റ്യൻസ് തിരിച്ച് അതിൻ്റെ PDF-ഉം ഫുൾ വീഡിയോ വർക്കൗട്ട് സെഷൻസ് നിങ്ങൾക്ക് ആക്സസ് തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിനകത്ത്, അമേസ് അക്കാഡമി ആപ്പിനകത്ത് ഇതിൻ്റെ ഫുൾ റെക്കോർഡിങ്സ് നിങ്ങൾ തരുന്നതോടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് എപ്പോൾ വേണേലും ഫുൾ റെക്കോർഡിങ്സ് ഇൻക്ലൂഡിങ് വർക്കൗട്ട് സെഷൻ നിങ്ങളുടെ ആപ്പിനകത്ത് ലോഡഡ് ആയിട്ട് തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാൽ പാസ് ഔട്ട് ആയാൽ പോലും ഈ ഓഫ്ലൈൻ വർക്കൗട്ട് സെഷൻ്റെ ആക്സസ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്കത് ഭയങ്കര ബെനിഫിറ്റാണ്. കാരണം ഫുൾ സിവിൽ എഞ്ചിനീയറിംഗ് നമ്മൾ സാറന്മാരുടെ വർക്കൗട്ട് സെഷൻ്റെ വീഡിയോസാണ് ലഭിക്കുന്നത്. ചുമ്മാ PDF ലൈക്ക് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും അല്ല, ഫുൾ ഡീറ്റെയിൽഡ് സൊല്യൂഷനും പ്ലസ് അതിൻ്റെ വീഡിയോ സെഷൻസുമാണ് നമ്മൾ തരുന്നത്. അതുകൂടാതെ നമ്മുടെ ഗേറ്റ് സ്റ്റുഡൻസിന് കംപ്ലീറ്റ് എക്സ്ക്ലൂസീവ് കോച്ചിങ് മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുൾ പാക്കേജ് ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഫുൾ റിട്ടേൺ നോട്ട്സ് എല്ലാം പ്രിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഓഫ്ലൈൻ വരുമ്പോൾ നിങ്ങൾക്ക് ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള ബുക്കുകളും നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം. ജോലി കിട്ടുന്നവരെ നമ്മുടെ സെൻറ്ററിൽ തന്നെ ഇരുന്ന് പഠിക്കാനുള്ള ഫെസിലിറ്റി, സ്റ്റഡി സർക്കിളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓഫ്ലൈൻ ഫീസ് വരുന്നത് അല്ലെ എല്ലാ എക്സാമും കൂടെ നമ്മൾ ഓഫ്ലൈനിൽ നമ്മൾ എന്താ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരൊറ്റ പാക്കേജ്, ഞാൻ നേരത്തെ കാണിച്ച 24 സബ്ജക്റ്റ് പഠിച്ചാൽ അത് ഓൾ ഇൻ വൺ പാക്കേജാണ്. അതായത് നമുക്ക് ഒരു സാധാരണ ഒരു BTech സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ JEE സ്റ്റുഡൻറ്റിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഡിപ്ലോമ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ള എല്ലാ എക്സാംസും കൂടെ കവർ ചെയ്തിട്ടുള്ള പാക്കേജാണ് തരുന്നത്. ദാറ്റ്സ് എ ബിഗ് തിങ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ എക്സാമിനും ഓരോ കോച്ചിങ്ങിന് പോകണ്ട, ഒരു സിംഗിൾ കോച്ചിങ്ങിലൂടെ തന്നെ ഫുൾ കംപ്ലീറ്റ് സിലബസ് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ്. അമേസ് അക്കാഡമി എപ്പോഴും ഗവൺമെൻറ് എക്സാംസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഫൈനലി ഒരു നല്ല ജോബ് കിട്ടണം എന്നുള്ള ഒരു ടാർഗറ്റിലാണ് നമ്മൾ കോച്ചിങ് ചെയ്യുന്നത്. നമ്മുടെ ഗേറ്റ് പാക്കേജ് 45,000 ആണ്. JEE പാക്കേജ് SSC JEE RY JEE ഗ്രേഡ് 1, അതാണ് നമ്മുടെ ഡിപ്ലോമ ലെവൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് 25,000 റുപ്പീസിൻ്റെ പാക്കേജാണ്. ആൻഡ് ഓൾസോ ഗ്രേഡ് 2 ITA ലെവൽ സ്റ്റുഡൻസിന് 15,000 പാക്കേജാണ് ഓഫ്ലൈനിൽ ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ ഓൺലൈൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഓൺലൈൻ ഡയമണ്ട് ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ഡയമണ്ട് ബാച്ച്. ആൻഡ് നിങ്ങൾ കൊല്ലത്ത് അഡ്മിഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. കൊല്ലത്തെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഓൾസോ കൊല്ലം, നമ്മുടെ ട്രിവാൻഡ്രത്തെ നമ്പർ കാണിക്കുന്നുണ്ട്. അത് കൂടാതെ എൻ്റെ നമ്പർ, എൻ്റെ പേഴ്സണൽ നമ്പർ ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. സ്ക്രീനിൽ എൻ്റെ പേഴ്സണൽ നമ്പർ കാണിക്കുന്നുണ്ട്. യു ക്യാൻ കോൾ മീ. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഗൈഡൻസ് വേണമെങ്കിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. ഞാൻ രാവിലെയൊക്കെ എന്തെങ്കിലും ക്ലാസ്സിലായിരിക്കും. വൈകിട്ട് നിങ്ങൾ വിളിക്കുക. ഞാൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ മതി. ഞാൻ ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് വിളിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ, എസ്പെഷ്യലി ഓഫ്ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഗൈഡൻസ് ഞാൻ തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഇവിടെ വന്ന് പഠിക്കുന്നവർക്ക് കംപ്ലീറ്റ് ഗൈഡൻസ് കൊടുത്ത് അവരെ ജോലിക്ക് എൻ്റർ ചെയ്യിപ്പിക്കണമെന്നുള്ളത് എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ വെച്ചേക്കുന്ന ടാർഗറ്റാണ്. അത് മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ഒരുപാട് സ്റ്റുഡൻസിനെ നമ്മൾ ക്ലാസ് ചെയ്തതില്ല. ഇവിടുത്തെ പ്രീവിയസ് സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ മതി. ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സുകളേ ഉള്ളൂ. സാധാരണ ബാക്കിയുള്ള അക്കാഡമിക്സിലൊക്കെ ഇരുത്തുന്ന പോലെ ഒരിക്കലും വലിയ രീതിയിലല്ല ഇവിടെ അഡ്മിഷൻസ് നടത്തുന്നത്. വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ്, കുറച്ച് സ്ട്രിക്റ്റ് ആണ്. നമുക്ക് അങ്ങനെ രീതിയിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വൈബ് അങ്ങനെയല്ല. നമ്മൾ പക്ക സ്റ്റഡി ഓറിയൻറ്റഡ് ആയിട്ടാണ് അമേസിൽ പണ്ട് തൊട്ടേ ചെയ്യുന്നത്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇതൊരു വളരെ സത്യം പറഞ്ഞാൽ AEനെയൊക്കെ ഒരു മിനി സിവിൽ സർവീസ് എക്സാമിന് പോലെ ഞാൻ കരുതുന്നു. കാരണം അത്യാവശ്യം 1 2 3 വർഷത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ വേണം, എന്നാലേ ആ ജോബ് കിട്ടത്തുള്ളൂ. കാരണം എൻട്രി ലെവൽ ജോബ് തന്നെ അത്യാവശ്യം നല്ല പാക്കേജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അമേസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. Amaze Academy. Call 82817 41894.